ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ എക്സലിൽ ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫംഗ്ഷൻസിനെ പറ്റിയാണ് അല്ലേ. എക്സലിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ എക്സലിലെ ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു? മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അതുപോലെ ഡേറ്റ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ ലോജിക്കൽ ഫംഗ്ഷൻസിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ലോജിക്കൽ ഫംഗ്ഷൻസിലെ ചില ഫംഗ്ഷൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലോജിക്കൽ ഫംഗ്ഷൻസിലെ ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ കവർ ചെയ്തു? ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു, ഈഫ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു, E4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു, നെസ്റ്റഡ് ഈഫ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ലോജിക്കൽ ഫംഗ്ഷൻ്റെ പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ സം ഈഫ്, കൗണ്ട് ഈഫ്, ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഈ ഒരു 3 ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ഫംഗ്ഷനും, സം ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും, കൗണ്ട് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും, ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഇല്ലുസ്ട്രേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും 1 by 1 ആയിട്ട് പഠിക്കാം. സോ സം ഈഫുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ഡാറ്റാ സെറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് പിന്നെ കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ നമുക്ക് എംപ്ലോയീസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, മന്ത്ലി സാലറി കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ നോക്കിയേ, നെയിം ദ നെയിം ഓഫ് എംപ്ലോയി കോളം ആസ് EMP നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് കോളം ആസ് DEPT, മന്ത്ലി സാലറി കോളം ആസ് സാലറി. അതായത് ഈ 3 കോളത്തിൻ്റെ ഹെഡിങ്സ് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന കോളത്തിൻ്റെ നെയിം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ EMP നെയിം ആക്കാനും, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഹെഡിങ്സ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ DEPT ആക്കാനും, മന്ത്ലി സാലറി എന്ന് പറയുന്ന കോളത്തിൻ്റെ ഹെഡിങ്സ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വെറും സാലറി എന്നാക്കാനുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യന് എന്തിനാണ് ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ, സം ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, എക്സലിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളായ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നെയിം ഓഫ് എംപ്ലോയും ഡിപ്പാർട്ട്മെൻറ്റും മന്ത്ലി സാലറിയും നമുക്ക് കാണുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോൾ ഇത് ആക്ച്വലി ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, റീപ്ലേസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നെയിം ഓഫ് എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, മന്ത്ലി സാലറി, ഈ 3 ഡാറ്റയും എക്സൽ ഒരുപാട് സെൽസ് ഉണ്ടല്ലോ. ഏതെങ്കിലും സെല്ലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടാത്ത ഏതെങ്കിലും സെല്ലിലാണ് ഉള്ളതെങ്കിൽ അത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫൈൻഡ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് നമ്മൾ ബേസിക് ഷോർട്ട് കീസ്, എക്സലിൻ്റെ ബേസിക് ഷോർട്ട് കീസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കീ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. എന്തായിരുന്നു അത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? Ctrl+H ആണ് അല്ലേ. Ctrl+H ആണ് എന്ത്, ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കീ. അപ്പോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ബോക്സ്, ആ ഒരു ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ആണ് കാണാൻ പറ്റുക. ഈ ഡയലോഗ് ബോക്സിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഫൈൻഡ് വാട്ടും റീപ്ലേസ് വിത്തും. അപ്പോൾ ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഈ ഒരു വർക്ക്ഷീറ്റിൽ എന്ത് ടെക്സ്റ്റ് ആണോ എന്ത് ഡാറ്റയാണോ നമുക്ക് ഫൈൻഡ് ചെയ്ത് കിട്ടേണ്ടത് അതാണ് നമ്മൾ ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ആദ്യം ഫൈൻഡ് ചെയ്ത് കിട്ടേണ്ടത് നെയിം ഓഫ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് നെയിം ഓഫ് എംപ്ലോയി എന്ന് കൊടുത്തു. ദെൻ ഇനി എന്ത് ചെയ്തു, ഫൈൻഡ് ആളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരും, നെയിം ഓഫ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഏത് സെല്ലിലാണോ ഞാനത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ സെല്ല് എനിക്ക് എന്ത് ചെയ്യും, എക്സൽ കണ്ടെത്തി തരും. ഇവിടെ നോക്കിയേ, നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന ഡാറ്റ ഞാൻ ഏത് സെല്ലിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, B3 എന്ന് പറയുന്ന സെല്ലിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ B3 എന്ന് പറയുന്ന സെല്ല് ആക്റ്റീവ് സെല്ലായിട്ട് മാറിയത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടാവും. ആ നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന സെല്ലിൻ്റെ ചുറ്റോറും ഒരു ഗ്രീൻ അണ്ടർലൈന് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. കാരണം അത് ഫൈൻഡ് ഔട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, റീപ്ലേസ് വിത്ത്.
ഇനി എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നെയിം ദ നെയിം ഓഫ് എംപ്ലോയി കോളം ആസ് EMP നെയിം. അപ്പോൾ നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന കോളം നമുക്ക് EMP നെയിം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്സ് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റീപ്ലേസ് വിത്ത് കൊടുത്ത് എന്ത് കൊടുത്തു, EMP നെയിം എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, റീപ്ലേസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന കോളത്തിൻ്റെ ഹെഡിങ് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു, EMP നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന കോളം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ കോളത്തിൻ്റെ പേര് DEPTയിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ സെയിം ഷോർട്ട് കീ തന്നെ, Ctrl+H പ്രസ് ചെയ്യുക. ഇനി ഫൈൻഡ് വാട്ട് എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, ഫൈൻഡ് ആൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു തന്നു, എനിക്ക് എക്സൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ആ സെല്ലിൽ എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ സെല്ലാണ് എന്തായിട്ടുള്ളത്, ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ, എക്സൽ ആ സെല്ല് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് വിത്ത് എന്നുള്ളടത്ത് എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ട, ഡിപ്പാർട്ട്മെൻറ്റ് DEPT വെച്ചിട്ടാണ്. അപ്പോൾ DEPT എന്ന് ടൈപ്പ് ചെയ്തു. ഇനി റീപ്ലേസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് വന്നു, ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് DEPT ആയി. ഓക്കെ. ഇനി അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്, മന്ത്ലി സാലറി എന്ന് പറയുന്ന കോളം വെറും സാലറി എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ Ctrl+H പ്രസ് ചെയ്തു. ഫൈൻഡ് വാട്ട് എന്നുള്ളടത്ത് ഞാൻ എന്ത് കൊടുത്തു, മന്ത്ലി സാലറി എന്ന് കൊടുത്തു. മന്ത്ലി സാലറി എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഫൈൻഡ് ആൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു തന്നു, മന്ത്ലി സാലറി ഞാൻ എവിടെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ആ സെല്ല് എനിക്ക് എന്ത് ചെയ്യുന്നു, എക്സലിൽ സെലക്ട് ചെയ്ത് തന്നു, ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നു. ഇനി എന്ത് ചെയ്താൽ മതി, റീപ്ലേസ് വിത്ത് എന്നുള്ളടത്ത് ഞാൻ വെറും സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് റീപ്ലേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി സാലറി എന്ന് പറയുന്ന കോളത്തിൻ്റെ ഹെഡിങ് വെറും സാലറി ആയിട്ട് മാറും. സോ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ടൂള് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ A എന്ന് പറയുന്ന ക്വസ്റ്റ്യന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ B എന്താ പറയുന്നത്, ഫൈൻഡ് ടോട്ടൽ മന്ത്ലി സാലറി. മന്ത്ലി സാലറീൻ്റെ അഥവാ സാലറി കോളത്തിൻ്റെ ടോട്ടൽ കണ്ടെത്താനാണ് പറഞ്ഞല്ലേ. സോ ഇതിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷനായ സമ്മാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സെല്ലിൽ F13 എന്ന് പറയുന്ന സെല്ലിൽ ഈ ഒരു സാലറീൻ്റെ ടോട്ടൽ ഞാൻ കണ്ടെത്താൻ പോകുന്നു. അപ്പോൾ ഞാൻ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്, സമ്മാണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു സം എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റേഞ്ച് സെലക്ട് ചെയ്തു. ആക്ച്വലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. നമ്മൾ എൻ്റർ കീ അടിച്ചാൽ മതി, നമുക്ക് എന്ത് കണ്ടെത്തി തരും, സാലറീൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടെത്തി തരും, 4,22,000. സോ ഇത് നമ്മൾ കണ്ടെത്തിയത് ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്, സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് ഏതാ, ഓപ്ഷൻ C എന്താ പറയുന്നത്, ഫൈൻഡ് ഔട്ട് ആവറേജ് മന്ത്ലി സാലറി അഥവാ സാലറി എന്ന് പറയുന്ന ഡാറ്റയുടെ ആവറേജ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, സീക്വൽ ടു ആവറേജ് ആണ്. സീക്വൽ ടു ആവറേജ് ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സാലറീൻ്റെ ആവറേജ് കിട്ടും. ഇനി അടുത്ത് നമ്മൾ കണ്ടെത്തേണ്ടത് ഫൈൻഡ് ഹയസ്റ്റ് മന്ത്ലി സാലറി. ഈ സാലറി എന്ന് പറയുന്ന ഡാറ്റയിലെ ഹയസ്റ്റ് സാലറി, ഏറ്റവും വലിയ സാലറി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, സീക്വൽ ടു മാക്സ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 75,000. അതാണ് എന്ത്, സാലറിയിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് സാലറി. ഇനി അടുത്തത് എന്ത് കണ്ടെത്തണം, ഓപ്ഷൻ E എന്താ പറയുന്നത്, ഫൈൻഡ് ഔട്ട് ലോവസ്റ്റ് മന്ത്ലി സാലറി. ഏറ്റവും ചെറിയ സാലറി എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോവസ്റ്റ് എമൗണ്ട് കണ്ടെത്താനായി നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക, മിൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോവസ്റ്റ് സാലറി, ഇതിലെ ലോവസ്റ്റ് സാലറി കിട്ടും 45,000. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻസ് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനാണ് സമ്മീഫുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യന്. ഫൈൻഡ് മന്ത്ലി സാലറി പെയ്ഡ് ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത സാലറീൻ്റെ ടോട്ടൽ എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സാലറീൻ്റെ ടോട്ടൽ എത്ര എന്നല്ല ചോദിച്ചത്, സാലറിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ സാലറീൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സമ്മ് ഉപയോഗിച്ചാൽ മതി. സാലറിയിൽ ഈ ഡാറ്റയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എത്ര, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എത്ര, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മളത് സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളത് കണ്ടെത്തേണ്ടത്. വെറും സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്കത് കിട്ടൂല. നമുക്ക് എന്താ കിട്ടുക, സാലറീൻ്റെ ടോട്ടൽ കിട്ടും. അല്ലാതെ സാലറിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ എത്രയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ എത്രയാണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കണ്ടെത്താൻ പറ്റൂല. ഓക്കെ, അതിന് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കണം, സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഇതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ
ഈ ഒരു ഡാറ്റയിൽ ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ സമ്മ് ഉപയോഗിച്ചാൽ പോരാ, സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടെത്താനായി നമുക്ക് എന്ത് ഉപയോഗിക്കാം? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്? സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സമ്മീഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ സാലറി കണ്ടെത്തുന്നതെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, ഞാൻ എന്ത് ചെയ്തു? ഈക്വൽ ടു സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സമ്മീഫിന് 3 പാരാമീറ്റേഴ്സ് ആണുള്ളത് അല്ലേ? ഏതൊക്കെ? റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. അല്ല, ആദ്യത്തെ പാരാമീറ്ററാണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ കിടക്കുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. നമുക്കിവിടെ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡാറ്റയും അതുപോലെ സാലറി എന്ന് പറയുന്ന ഡാറ്റയാണ് ആവശ്യമുള്ളത്. ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ റേഞ്ച് സെലക്ട് ചെയ്തു, C4 to D10. ഇനി എന്ത് ചെയ്തു? അടുത്ത പാരാമീറ്ററിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ ഇട്ട് കൊടുത്തു. അടുത്ത പാരാമീറ്റർ ഏതാ? ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടലാണ് വേണ്ടത്? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം? ഇവിടെ സെയിൽസ് എന്ന് ഡബിൾ കോമയിൽ കൊടുക്കണം. നോക്കിയേ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല, സെയിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്തത്? സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്തത്. നേരെ മറിച്ച് ഞാൻ ഇവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് ചെയ്തില്ല? എക്സൽ എനിക്ക് കണ്ടെത്തി തരില്ല. കാരണം മുകളിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് വെറും സെയിൽസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ നമ്മളെ ആ ഒരു റേഞ്ചിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, സെയിൽസ് എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ എന്താണ്? സം റേഞ്ച് ആണ് അല്ലേ? ഏത് കോളത്തിൻ്റെ സമ്മാണോ നമുക്ക് വേണ്ടത് അതാണ് സം റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് കോളത്തിൻ്റെ ടോട്ടലാണ് വേണ്ടത്? മന്ത്ലി സാലറീൻ്റെ ടോട്ടൽ എന്നാണ് കണ്ടെത്തി തരേണ്ടത് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക? ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1,82,200 എന്ന് കിട്ടും. അതുതന്നെയല്ലേ ഈ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറീൻ്റെ ടോട്ടൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 75,000 പ്ലസ് 62,000 പ്ലസ് 45,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1,82,000. ആ ഒരു എമൗണ്ട് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്ലി സാലറീൻ്റെ ടോട്ടൽ എത്രയാണ് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ അതിനും എന്താണ് ഉപയോഗിക്കേണ്ടത്? സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, റേഞ്ച് സെലക്ട് ചെയ്യണം, കോമ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഡെബിറ്റ് കോമയിൽ എന്ത് കൊടുക്കണം? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ആവശ്യമെങ്കിൽ പർച്ചേസ് എന്ന് കൊടുക്കണം. എന്നിട്ട് കോമ കൊടുക്കണം. അതിനുശേഷം സം റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ സെയിൽസ് സാലറി എന്ന് പറയുന്ന കോളത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 1,15,000, 1,15,000 കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് ഏതൊക്കെയാണ്? 68,000 പ്ലസ് 47,000. എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1,15,000 കിട്ടും. ആ എമൗണ്ട് അല്ലേ നമുക്ക് ഇവിടെ സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഇല്ലുസ്ട്രേഷനിലേക്ക് പോവാം. ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ ഒരു കേക്ക് ഷോപ്പിൻ്റെ കേക്കുമായി ബന്ധപ്പെട്ട സെയിൽസുമായി ബന്ധപ്പെട്ട കേക്കിൻ്റെ സെയിൽസുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡേറ്റ് കോളത്തിൽ കേക്കുകൾ വിറ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവേഴ്സ് കോളത്തിൽ ഏത് ഫ്ലേവർ കേക്കാണ് വിറ്റ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് കോളത്തിൽ ഓരോ കേക്കിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി കോളത്തിൽ എത്ര ക്വാണ്ടിറ്റി വിറ്റു. ഗ്രോസ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ കിട്ടുന്ന തുകയാണെന്ത്? ഗ്രോസ് വാല്യൂ. ഇവിടെ നമുക്ക് കണ്ടെത്തുന്നത് എന്താ? ഫിൽ ദ ഫോളോയിങ് ടേബിൾ യൂസിങ് സമ്മീഫ് ആൻഡ് കൗണ്ടി ഫംഗ്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിൾ എന്ത് ചെയ്യണം? സമ്മീഫ് കൗണ്ടി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മളിത് എന്ത് ചെയ്യണം? ഈ ഒരു ഡാറ്റ കണ്ടെത്തണം. ഓക്കെ, ഇതിൽ നമുക്ക് 2 ഫംഗ്ഷൻസ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. സമ്മീഫ് വെച്ചിട്ടും കണ്ടെത്തണം, കൗണ്ടീഫ് വെച്ചിട്ടും കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത്, ഇവിടെ നമുക്ക് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടല്ലോ ഡാറ്റാ സെറ്റിൽ. ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഇതിൽ റെഡ് വെൽവെറ്റ് എത്രയാണ്, ഇതിൽ ബട്ടർ സ്കോച്ച് എത്രയാണ്, ഇതിൽ വാനില എത്രയാണ്, അതാണ് കൗണ്ടിൽ നിന്നോടത്ത് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ കൗണ്ട് എന്നുള്ളടത്ത് നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ഈ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ എത്ര റെഡ് വെൽവെറ്റ് ഉണ്ട്, എത്ര ബട്ടർ സ്കോച്ച് ഉണ്ട്, എത്ര വാനില ഉണ്ട് എന്നാണ് നമ്മൾ കൗണ്ട് എന്നുള്ളടത്ത് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണത് കണ്ടെത്തുന്നത് നോക്കാം. നമുക്ക് ഇന്നതിൻ്റെ എണ്ണ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇന്നതിൻ്റെ എണ്ണ എത്ര എന്ന് ചോദിച്ചാൽ
ഇന്നതിലെ ഇന്നതിൻ്റെ എണ്ണത്ര എന്നാ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കൗണ്ട് ഉപയോഗിച്ചാൽ പോരാ, കൗണ്ടീഫ് ഉപയോഗിക്കണം. ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ സമ്മും, ഇന്നതിലെ ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ സമ്മീഫുമാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നതിൻ്റെ എണ്ണത്ര എന്ന് ചോദിച്ചാൽ കൗണ്ട്, ഇന്നതിലെ ഇന്നതിൻ്റെ എണ്ണത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ കൗണ്ടീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷന് കൗണ്ടീഫ് ആണ്. കാരണം ഫ്ലേവേഴ്സിൻ്റെ ടോട്ടൽ എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഫ്ലേവേഴ്സിൽ റെഡ് വെൽവെറ്റിൻ്റെ ടോട്ടൽ എത്ര, ബട്ടർ സ്കോച്ചിൻ്റെ ടോട്ടൽ എത്ര, വാനിലയുടെ ടോട്ടൽ എത്ര എന്ന കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ അല്ല, കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ ഏത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്? കൗണ്ടീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഇസ് ഈക്വൽ ടു കൗണ്ടീഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റേഞ്ച് സെലക്ട് ചെയ്തു. ദെൻ ആദ്യത്തെ പാരാമീറ്റർ റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഞാൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ കിടക്കുന്ന ഏരിയ, റേഞ്ച് സെലക്ട് ചെയ്തു, കോമ എടുത്തു. അടുത്ത് എന്താണ്? ക്രൈറ്റീരിയ ആണ് അല്ലേ. ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് കണ്ടെത്താൻ പോകുന്നത്, അതാണ് ക്രൈറ്റീരിയ. ഇവിടെ നമുക്ക് എന്തിൻ്റെ കൗണ്ടാണ് കണ്ടെത്തേണ്ടത്? ഈ ഒരു ഡാറ്റ സെറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിൽ നമുക്ക് ഏതിൻ്റെ കൗണ്ടാണ് കണ്ടെത്തേണ്ടത്? റെഡ് വെൽവെറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ ട്രി കോമയിൽ റെഡ് വെൽവെറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ ഡബിൾ ട്രി കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? റെഡ് വെൽവെറ്റ് 5 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിയാൽ റെഡ് വെൽവെറ്റ് 5 നോക്കിയേ, 1 2 3 4 5. ആ ആൻസർ എനിക്ക് എന്ത് ചെയ്തു? ഇവിടെ എക്സൽ കണ്ടെത്തി തന്നു. ഓക്കെ, ഇനി ഇത് എനിക്ക് ഓട്ടോ ഫില്ല് ചെയ്താൽ കിട്ടുമോ നോക്കാം. ഓട്ടോ ഫില്ല് ചെയ്താൽ കുറേ ഡിജിറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സൽ കണ്ടെത്തി തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ റോങ് ആണ്, ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ബട്ടർ സ്കോച്ചിൻ്റെ നേരെ കിടക്കുന്ന കൗണ്ടിങ് ഫംഗ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. റേഞ്ച് B3 to B25 ആണ്. B3 എങ്ങനെ വരേണ്ടത്? B2 to B25 ആണ് റേഞ്ച് വരേണ്ടത്. തൊട്ട് താഴത്തേക്ക് പോയപ്പോൾ അത് B3 to B26 ആയി. തൊട്ട് താഴത്തേക്ക് പോയപ്പോൾ അത് B4 to B27 ആയി. തൊട്ട് താഴത്തേക്ക് പോയപ്പോൾ അത് B5 to B28 ആയി. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന സെൽ റെഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തോട്ടേക്ക് പോകുന്തോറും ഇങ്ങനെ ജമ്പ് ചെയ്ത് B2 ഉള്ളത് B3 ആവുന്നു, B25 ഉള്ളത് B26 ആവുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? B25 എന്ന് പറയുന്ന സെൽ റെഫറൻസും B2 എന്ന് പറയുന്ന സെൽ റെഫറൻസും B25 എന്ന് പറയുന്ന സെൽ റെഫറൻസും അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കണം. അതിന് ശേഷം എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്യണം. ഓക്കെ, ഓട്ടോ ഫില്ല് ചെയ്യണം. എന്നാലും നമുക്ക് കറക്റ്റ് ആൻസർ അല്ല കണ്ടെത്തി തന്നതല്ലേ. നോക്കിയാൽ ഇത് കറക്റ്റ് ആൻസർ ബട്ടർ സ്കോച്ചിൻ്റെ ഇവിടെ ഈ ഡാറ്റ സെറ്റിലേക്ക് നോക്കിയാൽ ഫ്ലേവർ എന്ന് പറയുന്ന കുളത്തിൽ ബട്ടർ സ്കോച്ച് 5 എണ്ണമാണുള്ളത്. അല്ല, ഇതിൽ ബട്ടർ സ്കോച്ച് എത്രയാണ് കിടക്കുന്നത് നോക്കിയേ. ബട്ടർ സ്കോച്ച് എത്രയാണ് കിടക്കുന്നത്? 1 2. ബട്ടർ സ്കോച്ചിൻ്റെ കൗണ്ട് എത്രയാണ്? 2 ആണ്. പക്ഷേ നമുക്കിവിടെ കണ്ടെത്തി തന്ന എത്രയാണ്? 5 ആണ്. അവിടെ 2 ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം ബട്ടർ സ്കോച്ചിൻ്റെ നേരെയുള്ള കൗണ്ടിങ് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഡബിൾ ട്രി കോമയിൽ എന്താ കിടക്കുന്നത്? റെഡ് വെൽവെറ്റ് എന്നാണ്. പകരം ഞാൻ അവിടെ ബട്ടർ സ്കോച്ച് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്തി തരും. ഞാൻ എന്ത് ചെയ്യാണ്? ബട്ടർ സ്കോച്ച് എന്ന് ടൈപ്പ് ചെയ്യാണ്. ബട്ടർ സ്കോച്ച്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നോക്കാം. നമുക്ക് ഒന്നുകൂടെ ആ ഫംഗ്ഷനിൽ എന്തോ ഒരു എറർ ഉണ്ട്. റെഡ് വെൽവെറ്റിൻ്റെ പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ബട്ടർ സ്കോച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റർ കീ അടിക്കുന്നു. നോക്കിയേ, ആൻസർ എനിക്ക് 2 കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇനി അടുത്തത് വാനിലേൻ്റെ കൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ റെഡ് വെൽവെറ്റിൽ എന്താക്കി കൊടുക്കണം? വാനില എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ അതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാൽക്കുലേഷന് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ എന്ത് ചെയ്യുന്നു? കൗണ്ടീഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇസ് ഈക്വൽ ടു കൗണ്ടീഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ദെൻ ഈ റേഞ്ച് എന്താക്കുന്നു? ഞാൻ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കുന്നു. ഡോളറിൻ്റെ സിമ്പിൾ വെച്ചിട്ട് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത പാരാമീറ്റർ ക്രൈറ്റീരിയ എന്നുള്ളടത്ത് ഡബിൾ ട്രി കോമയിൽ റെഡ് വെൽവെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം റെഡ് വെൽവെറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ചെയ്തിരിക്കുന്ന സെല്ല് ഞാൻ പോയിന്റ് ചെയ്യുന്നു, G9.
ഈ G9 എന്ന് പറയുന്ന സെല്ലിൽ എന്തുണ്ട്, റെഡ് വെൽവെറ്റ് എന്നുണ്ട്. അപ്പോൾ ഞാൻ ഡബിൾ ബ്രേക്ക് കോമയിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, റെഡ് വെൽവെറ്റ് എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ G9 എന്ന് പറയുന്ന സെല്ല് B2 to B25 എന്ന് പറയുന്ന ആ റേഞ്ച് അബ്സല്യൂട്ട് റെഫറൻസ് ആക്കിയ പോലെ G9 എന്ന് പറയുന്ന സെൽ റെഫറൻസ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അത് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ G9 ഉള്ളത് എന്താവണം, G10 ആവണം. അപ്പോഴേ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ റിസൾട്ട് വരുള്ളൂ. അതുപോലെ വാനിലേക്ക് പോകുമ്പോൾ G9 ഉള്ളത് G10 ആവണം. അപ്പോഴേ നമുക്ക് വാനിലേൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ എന്ത് ചെയ്യും, കൗണ്ട് എനിക്ക് എക്സൽ കണ്ടെത്തി തരും. നോക്കിയാൽ ഡാർക്ക് ചോക്ലേറ്റ് 3 ഉള്ളത്, 3 ഉള്ളത്. നമുക്ക് നോക്കാം ഡാർക്ക് ചോക്ലേറ്റ് 3 തന്നെ അല്ലേ ഉള്ളതെന്ന്. ഏറ്റവും ലാസ്റ്റിലേക്ക് നോക്കിയ ഡാറ്റയിൽ നോക്കിയ ഡാർക്ക് ചോക്ലേറ്റ് 3 അല്ലേ കിടക്കുന്നത്, 1 2 3. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, എക്സൽ നമുക്ക് കൗണ്ടിങ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എത്ര റെഡ് വെൽവെറ്റ് ഉണ്ട്, എത്ര ബട്ടർ സ്കോച്ച് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തി തന്നു. അങ്ങനെ നമ്മൾ അടുത്ത കണ്ടെത്തേണ്ട നെറ്റ് വാല്യൂ ആണ്. നെറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ റെഡ് വെൽവെറ്റിൻ്റെ ഗ്രോസ് വാല്യൂൻ്റെ ടോട്ടൽ എത്ര, ഈ ഒരു ഫ്ലേവേഴ്സിൽ ബട്ടർ സ്കോച്ചിൻ്റെ ഗ്രോസ് വാല്യൂൻ്റെ ടോട്ടൽ എത്ര, അതാണ് നമ്മൾ നെറ്റ് വാല്യൂൻ്റെ ഈ ഒരു കോളത്തിൽ കണ്ടെത്തേണ്ടത്. നെറ്റ് വാല്യൂ എന്ന് പറയുന്ന കോളത്തിൽ കണ്ടെത്തേണ്ടത്. ഗ്രോസ് വാല്യൂൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നമ്മളോട് അങ്ങനെയല്ലോ ചോദിച്ചത്, ഈ ഗ്രോസ് വാല്യൂവിൽ റെഡ് വെൽവെറ്റിൻ്റെ ടോട്ടൽ എത്ര, ബട്ടർ സ്കോച്ചിൻ്റെ ടോട്ടൽ എത്ര, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സം അല്ല ഉപയോഗിക്കേണ്ടത്, സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ റെഡ് വെൽവെറ്റിൻ്റെ ഡാറ്റയാണ് ഇത്രയും ഡാറ്റ. ഓക്കെ, റെഡ് വെൽവെറ്റിൻ്റെ ഡാറ്റയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്, ഈ റെഡ് വെൽവെറ്റ് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന തുകയാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അതായത് ഇവിടെ നമുക്ക് റെഡ് വെൽവെറ്റ് ആഡ് ചെയ്താൽ ഒരു എമൗണ്ട് കിട്ടുമല്ലോ, 1,21,600. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കിട്ടണം. ഓക്കെ, പക്ഷെ ഞാനിവിടെ സം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത പോലെയല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സീക്വൽ ടു സമ്മീഫ് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് പാരാമീറ്റർ എന്താ, റേഞ്ച് ആണ് അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ കിടക്കുന്ന ഏരിയ. ഓക്കെ, നമുക്ക് ഫ്ലേവേഴ്സും വേണം, ഗ്രോസ് വാല്യൂം വേണം. ഇത്രയും ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ വേണം. ദെൻ കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ എന്താ, ക്രൈറ്റീരിയ. ഇപ്പോൾ ക്രൈറ്റീരിയ ഡബിൾ ടെക് കോമയിൽ റെഡ് വെൽവെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം റെഡ് വെൽവെറ്റ് വരുന്ന ആ ഒരു സെല്ല് എനിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ദെൻ കോമ കൊടുക്കുക. അടുത്ത എന്താണ്, സം റേഞ്ച് അല്ലേ. സം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് കോളത്തിൽ നിന്നാണ് എനിക്ക് സമ്മ് കണ്ടെത്തി തരേണ്ടത്. ഇപ്പോൾ ഞാൻ ഗ്രോസ് വാല്യൂ എന്ന് പറഞ്ഞ കോളത്തിൽ നിന്നാണ് എനിക്ക് സമ്മ് കണ്ടെത്തി തരേണ്ടത്. അപ്പോൾ ഗ്രോസ് വാല്യൂ എന്നുള്ള കോളം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇനി ഇതിലെന്ത് ചെയ്യുക, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ 2,21,600 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ വെച്ചിട്ട് കണ്ടെത്തിയ അതേ ആൻസറല്ലേ നമുക്ക് സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സൽ ഫിഗർ ഔട്ട് ചെയ്തത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഓട്ടോ ഫില്ല് ചെയ്യാനായിട്ട് ചില സെൽ റെഫറൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കണം. റേഞ്ച് എന്ന് പറയുന്ന സെൽ റെഫറൻസും അതുപോലെ തന്നെ സം റേഞ്ച് എന്ന് പറയുന്ന സെൽ റെഫറൻസും നമ്മൾ എന്താണ്, ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കണം. അതിനുശേഷം ഓട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ 2 പാരാമീറ്റേഴ്സും അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കി. ഇനി എന്ത് ചെയ്തു, എനിക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ടോട്ടൽ കിട്ടി. ഇതിൽ ബട്ടർ സ്കോച്ചിൻ്റെ ടോട്ടൽ എത്രയാണ്, 64,800 അല്ലേ. അതുതന്നെയാണോ നമുക്കിവിടെ ഒന്ന് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ ടോട്ടൽ ഇവിടെ നോക്കിയാൽ ബട്ടർ സ്കോച്ചിൻ്റെ 2 ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ സ്കോച്ചിൻ്റെ ടോട്ടൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോമിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. 13,500 പ്ലസ് 51,300 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 64,800. ഈ 64,800 തന്നെയല്ലേ എനിക്കിവിടെ സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സൽ കണ്ടെത്തി തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ 64,800. ഓക്കെ, ക്ലിയർ അല്ലേ. ഇപ്പോൾ നമ്മൾ കൗണ്ടീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇന്നതിൻ്റെ എണ്ണം എത്രയെന്ന് കണ്ടെത്തി. സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇന്നതിൻ്റെ മാത്രം ടോട്ടൽ എത്രയെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വേറൊരു ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റാ സെറ്റിൽ നോക്കിയേ, ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ കണ്ടെത്തണം ഈ ഓപ്പോസിറ്റ് സെല്ലിൽ എത്ര ബനാന ഉണ്ട്, എത്ര ആപ്പിൾ ഉണ്ട്,
എത്ര ഓറഞ്ച് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതിയായിരുന്നു? കൗണ്ട് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇതിൽ ആപ്പിളിൻ്റെ എണ്ണം എത്ര, ബനാനൻ്റെ എണ്ണം എത്ര, ഓറഞ്ചിൻ്റെ എണ്ണം എത്ര? അപ്പോൾ നമ്മളത് കണ്ടെത്താനായിട്ട് കൗണ്ട് അല്ല ഉപയോഗിക്കേണ്ടത്, കൗണ്ട് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ കൗണ്ട് ഈഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടെത്തുക? ഞാൻ എന്ത് ചെയ്യുന്നു? സീക്വൽ ടു കൗണ്ട് ഈഫ് എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? റേഞ്ച് സെലക്ട് ചെയ്യുന്നു, കോമ ഇട്ട് കൊടുക്കുന്നു. എനിക്ക് ബനാനൻ്റെ ടോട്ടലാണ് കണ്ടെത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ബനാനയിൽ ക്ലിക്ക് ചെയ്യുന്നു, കോമ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിച്ചാൽ 5 എന്ന് ആൻസർ കിട്ടും. അതായത് ഈ ഡാറ്റാ സെറ്റിൽ 5 ബനാന ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. ഇനി ഈ ഒരു ഡാറ്റാ സെറ്റിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തുക? ഇതേപോലെ തന്നെ സീക്വൽ ടു കൗണ്ട് ഈഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് ആപ്പിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞ സെല്ല് പോയിന്റ് എന്നതിന് പകരം എനിക്ക് ഡബിൾ ടു കോമയിൽ എന്ത് കൊടുത്താലും മതി, ആപ്പിൾ എന്ന് കൊടുത്താൽ മതി. ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ 1 കിട്ടും. ഈ ഒരു ഡാറ്റാ സെറ്റിൽ ഒരു ആപ്പിൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഓറഞ്ച് മാറ്റിയിട്ട് ഇവിടെ ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ 1 ഉള്ളത് 2 ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ സം ഈഫും പഠിച്ചു, കൗണ്ട് ഈഫും പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റിയാണ്. ഓക്കെ, ഇന്നതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വെറും ആവറേജ് അപ്ലൈ ചെയ്താൽ മതി. ഇന്നതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുക. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റാ സെറ്റിൽ എന്തൊക്കെയുണ്ട്? എംപ്ലോയീസിൻ്റെ നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടുന്ന സാലറി എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാലറീൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. സീക്വൽ ടു ആവറേജ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചാൽ സാലറീൻ്റെ ടോട്ടൽ കിട്ടും 11,620. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അതല്ല. ഈ സാലറി എന്ന് പറയുന്ന ഈ ഡാറ്റയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറീൻ്റെ ടോട്ടൽ എത്ര, ആവറേജ് എത്ര, അതുപോലെ തന്നെ ഈ സാലറി എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റയിൽ HR ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്ന സാലറീൻ്റെ ആവറേജ് എത്ര. ഓക്കെ, ഇന്നതിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് വെറും ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇന്നതിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ഞാൻ കണ്ടെത്താൻ പോകുന്നത് ഈ ഒരു ഡാറ്റയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറീൻ്റെ ടോട്ടൽ എത്ര, ആവറേജ് എത്ര, ടോട്ടൽ അല്ല ആവറേജ് എത്ര എന്നാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? സീക്വൽ ടു വെറും ആവറേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരിക? ഈ സാലറീൻ്റെ ആവറേജ്, ഈ കോളത്തിൻ്റെ ആവറേജാണ് കാട്ടിത്തരിക. പക്ഷെ എനിക്കിവിടെ സാലറി എന്ന് പറയുന്ന കോളത്തിൻ്റെ ആവറേജ് ആണ് കിട്ടേണ്ടത്. അല്ല, ഈ സാലറി എന്ന് പറയുന്ന ഡാറ്റയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറീൻ്റെ ആവറേജ് എത്ര. അപ്പോൾ ഞാനതിന് വെറും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. സം ഈഫിനെ പോലെ തന്നെ ആവറേജ് ഈഫിനും 3 പാരാമീറ്റേഴ്സ് ഉള്ളത്, റേഞ്ചും ക്രൈറ്റീരിയയും ആവറേജ് റേഞ്ചും. റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിലെ ഡാറ്റ ആവശ്യമുണ്ട്, സാലറി കോളത്തിലെ ഡാറ്റ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു കോളത്തിലെ ഡാറ്റ സെലക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പാരാമീറ്റർ എന്താ? ക്രൈറ്റീരിയ. ഇവിടെ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറീൻ്റെ ആവറേജാണ് കണ്ടെത്തേണ്ടത്? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ ടു കോമയിൽ സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്തു, ഡബിൾ ടു കോമ ക്ലോസ് ചെയ്തു. ഇനി കോമ. അടുത്ത പാരാമീറ്റർ എന്താണ്? ആവറേജ് റേഞ്ച്. ഏത് കോളത്തിൽ നിന്നാണോ നമ്മൾ ആവറേജ് കണ്ടെത്തേണ്ടത് അതാണ് ആവറേജ് റേഞ്ച്. ഇപ്പോൾ സാലറി എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ് ആവറേജ് കണ്ടെത്തേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? ആ റേഞ്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറീൻ്റെ ആവറേജ് കിട്ടും 11,250. ഇതേപോലെ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറീൻ്റെ ആവറേജ് ഞാൻ കണ്ടെത്തണം. അതിന് ഇതേ ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കുക, ആവറേജ് ഈഫ് സീക്വൽ ടു ആവറേജ് ഈഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഫസ്റ്റ് പാരാമീറ്റർ എന്താ? റേഞ്ച് സെലക്ട് ചെയ്യുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ, ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും. ഇതാണ് നമ്മുടെ റേഞ്ച്. കാരണം നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിലെ ഡാറ്റയും സാലറി എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റയാണ്. ഇനി എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. ഇനി അടുത്തെന്താ? ക്രൈറ്റീരിയ. ഇവിടെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറിയാണ് കണ്ടെത്താൻ പോകുന്നത്? HR ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡബിൾ ടു കോമയിൽ HR എന്ന് കൊടുക്കണം. അതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ.
ദെൻ കോമ, ആവറേജ് റേഞ്ച്. ആവറേജ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഏത് കോളത്തിൻ്റെ ആവറേജ് ആണോ നമ്മൾ കണ്ടെത്താൻ പോണത് ആ കോളം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സാലറി എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ് നമുക്ക് ആവറേജ് കണ്ടെത്തേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും 10,160, 10,160. അതായത് ഈ സാലറിയിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറീൻ്റെ ആവറേജ് ആണെന്ത്? 10,160. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റാ സെറ്റിൽ ഇയർ കൊടുത്തിട്ടുണ്ട്, മന്ത് കൊടുത്തിട്ടുണ്ട്, ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്രാൻഡും എത്ര സെയിൽസ് നടത്തിയിട്ടുണ്ട്, ഓരോ മന്തിലും എത്ര സെയിൽസ് നടത്തിയിട്ടുണ്ട് എന്നതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഇപ്പോൾ സെയിൽസിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി അല്ലേ? സീക്വൽ ടു ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സെയിൽസിൻ്റെ ആവറേജ് നമുക്ക് എന്ത് ചെയ്യും? എക്സൽ കണ്ടെത്തി തരും. 8.40 എന്ന് കണ്ടെത്തി തരും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അതല്ല, ഈ സെയിൽസിൽ ബ്രാൻഡ് 1ൻ്റെ ആവറേജ് എത്ര, ബ്രാൻഡ് 2ൻ്റെ ആവറേജ് എത്ര, ബ്രാൻഡ് 3ൻ്റെ ആവറേജ് എത്ര, ബ്രാൻഡ് 4ൻ്റെ ആവറേജ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആവറേജ് അപ്ലൈ ചെയ്താൽ പോരാ, ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. കാരണം ഇന്നതിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നതിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? നമ്മളോട് ഇവിടെ സെയിൽസിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ആവറേജ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നമ്മളോട് അതല്ല ഇവിടെ ചോദിക്കുന്നത്. സെയിൽസിലെ തന്നെ ബ്രാൻഡ് 1ൻ്റെ ആവറേജ് എത്ര, ബ്രാൻഡ് 2ൻ്റെ ആവറേജ് എത്ര. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഫംഗ്ഷനാണ്? ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു? സീക്വൽ ടു ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. ദെൻ ഇതിന് മൂന്ന് പാരാമീറ്റേഴ്സ് ഉള്ളത് അല്ലേ? ഏതൊക്കെ? റേഞ്ച്, ക്രൈറ്റീരിയ, ആവറേജ് റേഞ്ച്. റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ ഉൾപ്പെട്ട റേഞ്ച്, അതാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏരിയ, കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഏരിയ, അതാണ് റേഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ എന്തൊക്കെ വേണം? ബ്രാൻഡ് എന്ന് പറയുന്ന കോളത്തിൽ ഡാറ്റയും വേണം, സെയിൽസ് എന്ന് പറയുന്ന കോളത്തിൽ ഡാറ്റയും വേണം. അപ്പോൾ എന്ത് ചെയ്തു? അത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഓക്കെ, അതാണ് നമ്മുടെ റേഞ്ച്. ദെൻ കോമ, അടുത്ത പാരാമീറ്റർ എന്താ? ക്രൈറ്റീരിയ. ഇവിടെ ക്രൈറ്റീരിയ എന്താ? ബ്രാൻഡ് 1 ആണ് അല്ലേ? അപ്പോൾ ഞാൻ ബ്രാൻഡ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പകരം എനിക്ക് എന്താ മതി? ഇവിടെ ബ്രാൻഡ് 1 എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെല്ല് പോയിന്റ് ചെയ്താൽ മതി. ഇനി കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ എന്താ? ആവറേജ് റേഞ്ച്. ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് ആവറേജ് കണ്ടെത്തി തരേണ്ടത് അതാണ് ആവറേജ് റേഞ്ച്. നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ് ആവറേജ് കണ്ടെത്തി തരേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സെയിൽസ് എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്തു. ഇനി ഇത് ഓട്ടോ ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ആവറേജ് കണ്ടെത്തി തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന സെൽ റെഫറൻസും അതുപോലെ ആവറേജ് റേഞ്ച് എന്ന് പറയുന്ന ഈ സെൽ റെഫറൻസുകളൊക്കെ എന്ത് ചെയ്യണം? ആബ്സലൂട്ട് സെൽ റെഫറൻസ് ആക്കി മാറ്റണം. ക്രൈറ്റീരിയ മാറ്റണ്ട, കാരണം ക്രൈറ്റീരിയ F2 ആണ് ബ്രാൻഡ് 1ൻ്റെ ഉള്ളത്. അത് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ബ്രാൻഡ് 2ലേക്ക് പോകുമ്പോൾ അത് F3 ആവണം. അപ്പോഴേ നമുക്ക് ബ്രാൻഡ് 2ൻ്റെ എന്ത് കിട്ടുള്ളൂ? ആവറേജ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ C2 അതുപോലെ D25 ഈ ഒരു റേഞ്ച് ഞാൻ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി. അതുപോലെ ആവറേജ് റേഞ്ചിലെ D2 അതുപോലെ D25 ഞാൻ എന്ത് ചെയ്തു? ആബ്സല്യൂട്ട് റെഫറൻസ് ആക്കി. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ ആവറേജ് എനിക്ക് എന്ത് ചെയ്ത് തരും? എക്സൽ ഓട്ടോ ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ലോജിക്കൽ ഫംഗ്ഷൻസിനെ പറ്റിയാണ് പരിചയപ്പെട്ടത്? സമ്മീഫും, കൗണ്ടീഫും, ആവറേജ് ഈഫും. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമ്മിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, കൗണ്ടിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ആവറേജിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? സമ്മും കൗണ്ടും ആവറേജ് ഒക്കെ എന്തായിരുന്നു? ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരുന്നു. സം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടെത്താനായിട്ട് സമ്മ ഉപയോഗിക്കേണ്ടത്. ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ സമ്മീഫാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നതിൻ്റെ എണ്ണ എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് കണ്ടെത്താനായിട്ട് കൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നതിൻ്റെ മാത്രം എണ്ണ എത്ര എന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ടെത്താനായിട്ട് കൗണ്ടീഫാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നതിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ആവറേജ് ആണ് ഉപയോഗിക്കേണ്ടത് ഫംഗ്ഷന്. ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്ര എന്ന് നമ്മൾ കണ്ടെത്തി തരണമെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷന് ആവറേജ് ഈഫാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോജിക്കൽ ഫംഗ്ഷൻസിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.